ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുഅ്മിനാരാ? മഹദിയായ ഖദീജത്ത് ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവിയാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വിശ്വാസി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ മുൻപ് തന്നെ ഹബീബായ നബി നബുവത്ത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന മഹദിയാണ് ബീവി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഈ ഖദീജ ബീവിയെ പോലത്തൊരു മുഅ്മിനത്ത് ഈ ഉലകത്തിലില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ കൂട്ടത്തിൽ, സ്ത്രീകളെ കൂട്ടത്തിൽ 4 പെണ്ണുങ്ങളാണ് തികഞ്ഞ പെണ്ണുങ്ങൾ. ഒന്ന് ആസിയ ബീവിയാണ്, മറ്റൊന്ന് മറിയം ബീവിയാണ്, മറ്റൊന്ന് ഫാത്തിമ ബീവിയാണ്, മറ്റൊന്ന് ഖദീജത്ത് ബിൻത് ഖുവൈലിദിന്റെ മകളായ ബീബി ഖദീജ. ഫാത്തിമ ബീവി മുത്തുനബിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതാണ് ഫാത്തിമ ബീവിക്കുള്ള പ്രത്യേകത. ആസിയ ബീവിയോ അത് പൂർവകാല സമുദായത്തിൽപ്പെട്ടവരാണ്. മറിയം ബീവിയും അങ്ങനെയാണ്. അതേ സമയത്ത് ഈ ഉമ്മത്തിൽ ഏറ്റവും തികഞ്ഞൊരു പെണ്ണുണ്ടെങ്കിൽ അത് ബീവി ഖദീജയാ. ഉമ്മമാരറിയണം, ഉപ്പമാരറിയണം, ചെറുപ്പക്കാരറിയണം, യുവാക്കളറിയണം. ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കാരം ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഞാനും നിങ്ങളും അനുഷ്ഠിക്കുന്ന റമദാൻ നോമ്പ് ഖദീജ ബീവി നോറ്റിട്ടില്ല. ഖദീജ ബീവി സക്കാത്ത് കൊടുത്തിട്ടില്ല. ഖദീജ ബീവി ഹജ്ജും ഉംറയും ചെയ്തിട്ടില്ല. ഖദീജ ബീവി 30 ഖുർആൻ ഓതിയിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചിട്ട് മുത്തുനബി നിസ്കരിച്ചിട്ടില്ല. അന്ന് മയ്യിത്ത് നിസ്കാരമില്ല, അന്ന് 5 വഖത്ത് നിസ്കാരങ്ങളില്ല, അന്ന് നോമ്പ് ഇസ്ലാമിൽ വന്നിട്ടില്ല, അന്ന് സക്കാത്ത് നിർബന്ധമായിട്ടില്ല, അന്ന് ഹജ്ജും നിർബന്ധമായിട്ടില്ല. ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ഇസ്ലാമിലില്ല. അതൊന്നും ഖദീജ ബീവി ചെയ്തിട്ടുമില്ല. പക്ഷേ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉലകത്തിലില്ല. എന്തേ? ഈ ഖദീജ ബീവി തങ്ങളെ അറിഞ്ഞതുപോലെ, ഈ ഖദീജ ബീവി തങ്ങളെ പറ്റി പറഞ്ഞതുപോലെ, ഈ ഖദീജ ബീവി തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഈ ഖദീജ ബീവി തങ്ങളെ വിശ്വസിച്ചതുപോലെ ഒരു പെണ്ണും വിശ്വസിച്ചില്ല, ഒരു പെണ്ണും പറഞ്ഞില്ല, ഒരു പെണ്ണും അറിഞ്ഞില്ല. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ തങ്ങളെ കുറിച്ച് അറിയുന്നത്? ആരാണ് തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത്? ആരാണ് തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? ആരാണ് തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പാടുന്നത്? ആരാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്നത്? അവനാണ് മുഅ്മിൻ. അവന്റെ അടുത്താണ് ഈമാനുള്ളത്. മോനെ, ഞാനും നീയുമൊക്കെ ബോധം വന്നതിന് ശേഷം എത്ര മീലാദുകൾ സംഘടിപ്പിച്ചു, എത്ര മീലാദ് പ്രോഗ്രാമുകൾ സംഭവിച്ചു. പലപ്പോഴും ഓരോരുത്തരും മീലാദിന്റെ ക്രെഡിറ്റ് പറയാറുള്ളത് ഇന്ന് 10 കിൻഡൽ അരിയാണ്, 10 കിൻഡൽ പോത്താണ്, അതേ 10 കിൻഡൽ ഉള്ളത് കൊണ്ട്, 10 കിൻഡൽ ഇറച്ചി വെച്ചത് കൊണ്ട്, 10 കിൻഡൽ അരി പുഴുങ്ങിയത് കൊണ്ട് ഞങ്ങൾ കേമമായ മൗലിദ. ബുദ്ധിയുണ്ടോ? എത്രയും കൂടുതൽ അരി വെക്കണം, എത്രയും കൂടുതൽ മാംസം വിളമ്പണം. അതെല്ലാം മറ്റൊരു വശമാണ്, ആവശ്യമാണ്. അതേ സമയത്ത് കഴിഞ്ഞ വർഷത്തെക്കാൾ എൻ്റെ ഹബീബിനെ പറ്റി എന്തെങ്കിലും ഞാനൊന്ന് പഠിച്ചിട്ടുണ്ടോ? ഹബീബിനെ പറ്റി ഒന്ന് പറയാൻ, ഹബീബിനെ പറ്റി ഒന്ന് കേൾക്കാൻ, ഹബീബിനെ പറ്റി ഒന്ന് അറിയാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തുള്ളി വിശ്വാസം
വിശ്വാസമെങ്കിലും, ഒരു തുള്ളി സ്നേഹമെങ്കിലും, ഒരു തുള്ളി മഹബത്തെങ്കിലും ഹബീബിനെ പറ്റി എനിക്ക് കൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ ഹബീബിന്റെ ഒരു സുന്നത്ത് ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഹബീബിനെ പറ്റി എന്തെങ്കിലും ഞാനൊന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടോ? എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് കനവിൽ കാണാൻ, ഹബീബിന്റെ ഇഷ്ടം ഒന്ന് ലഭിക്കാൻ എന്തെങ്കിലും ചെയ്തതായി മുസ്ലിം ഉമ്മത്തിന് ഓർമ്മയുണ്ടോ? ഹബീബായ തങ്ങളെ പറ്റി പറയാനല്ലേ, പഠിക്കാനല്ലേ, ഇഷ്ടം വെക്കാനല്ലേ, ഇത്തിബാഴിനല്ലേ, ഹബീബിനെ പറ്റി കൂടുതൽ കൂടുതൽ അറിയാനല്ലേ ഇതുപോലത്തെ മീലാദുകൾ സംഘടിപ്പിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങൾ ഉണരണ്ടേ, ചിന്തിക്കണ്ടേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ പന്തൽ കിട്ടിയിട്ടുണ്ട്. വളരെ ആവശ്യം. അള്ളാഹുവിൻ്റെ റസൂൽ അത് കാണും, റസൂൽ സ്വീകരിക്കും, റസൂൽ നമ്മളെ കൊണ്ട് സന്തോഷിക്കും. അതാ റസൂൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, അതാണോ മീലാദിന്റെ ലക്ഷ്യം? ഒരു തുള്ളി ഈമാൻ, ഒരു തുള്ളി സ്നേഹം, ഒരു പുതിയ സുന്നത്ത്, ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഈ വർഷം പുതുതായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാ ചിന്തിച്ചത്? ആരാ അങ്ങനെ ചിന്തിച്ചത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സും ഉള്ളപ്പോഴാ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. മുത്തനബിക്ക് മൊത്തം 7 മക്കൾ പിറന്നിട്ടുണ്ട്. 6 മക്കളെയും പ്രസവിച്ചത് ഖദീജ ബീവിയാണ്. ഉമ്മമാരറിയോ, ഈ 40 വയസ്സിന് ശേഷമാണ് 6ഉം പ്രസവിച്ചത്. 40 വയസ്സായ പെണ്ണിനോട് പ്രസവിക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറയാ? പ്രസവിക്കാൻ കാലം കഴിഞ്ഞു, പ്രസവിക്കാൻ പറ്റും, മോശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി 6 പ്രസവവും പ്രസവിച്ചത് 40 വയസ്സിന് ശേഷം. അവസാനത്തെ കുഞ്ഞാകുന്ന അബ്ദുള്ള എന്ന കുട്ടി താഹിർ ത്വയ്യിബ് റളിയല്ലാഹു അൻഹു, 2 പേരും വിളിക്കും അബ്ദുള്ള എന്ന മോൻ. അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് എത്ര വയസ്സുണ്ട് ഞങ്ങൾ വിചാരിച്ചത്? 58 വയസ്സുണ്ട്. 58 വയസ്സായ സ്ത്രീകൾ പ്രസവിച്ചോൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ. രണ്ടാമതൊരു കുഞ്ഞി പിറക്കാൻ, ഒരു കുട്ടിയുണ്ടാവാൻ 10 കല്യാണം തങ്ങൾ കഴിച്ചു. ചിലരുണ്ടല്ലോ കെട്ടിയ ഭാര്യക്ക് മക്കളില്ല, ഞാൻ പിന്നെ വേറെ പെണ്ണിട്ടു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ 10 കല്യാണം കഴിച്ചു. ധാരാളം സ്ത്രീകളെ കല്യാണം കഴിച്ചതിൻ്റെ പല ലക്ഷ്യങ്ങളിൽ ഒന്നതാണ്. പക്ഷേ തങ്ങൾക്ക് മക്കൾ പിറന്നില്ല. ആയിഷ ബീവിക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നു ഒരു കുഞ്ഞി പിറക്കാൻ. ഏത് പെണ്ണുങ്ങൾക്കാ താല്പര്യമില്ലാതിരിക്കുക? പക്ഷേ പിറന്നില്ല. അതുകൊണ്ട് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരു ഉമ്മയും കരയേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. ഒരു ഉസ്താദ് പറഞ്ഞിട്ടും മക്കളുണ്ടായില്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കേണ്ടതില്ല. ഒരു തങ്ങളും മന്ത്രിച്ചിട്ട് കുട്ടികളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കണ്ട. അങ്ങനെയാണെങ്കിൽ മുത്തുനബിക്ക് പിറക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അബ്ദുള്ള എന്ന പൊന്നുമോൻ 18ാമത്തെ മാസം വഫാത്താവുകയാണ്. മക്കക്കാര് മുത്തുനബിയെ ട്രോളുകയാണ്. ഈ മുഹമ്മദിന് ആ മക്കൾ നിൽക്കൂല, അനന്തരുണ്ടാവില്ല,
ഈ പ്രത്യായ ശാസ്ത്രത്തിന് പിന്നെ ആളുണ്ടാവില്ല. അത്രയും ശകുനമുള്ളവനാ ഈ മുഹമ്മദ്. എന്തൊക്കെയാ മുത്ത് നബിയെ പറ്റി മക്കക്കാര് പറഞ്ഞിരുന്നത്. ആസുബിന് വായിൽ വല്ലാതെ മുത്തുനബിയെ പരിഹസിച്ചു. സങ്കടപ്പെട്ട് മുത്തുനബി വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഖദീജ ബീവി കരയുകയാ. കരയുന്ന ഖദീജ ബീവിയോട് കരയുന്നത് എന്തിനാ? മോൻ മരിച്ചത് കൊണ്ടാണോ? അല്ല അല്ല, നല്ല പാലുള്ള മുലപ്പാലുള്ള സ്ത്രീകള് കുഞ്ഞുങ്ങൾ മുലപ്പാല് കുടിക്കാതിരുന്നാൽ സ്തനം വല്ലാത്ത വേദനയാണ്. ആൺകുട്ടികൾക്കുണ്ടാകുന്ന മുലപ്പാൽ അത്ര തന്നെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കുണ്ടാവുകയില്ല. അബ്ദുള്ള എന്ന പൊന്നുമോൻ മരണപ്പെട്ടപ്പോ മുല കുടിക്കാത്തതിന്റെ പേരിൽ ഖദീജ ബീവിക്ക് വല്ലാത്ത വേദനയാണ്, ടെൻഷനാണ്, സങ്കടമാണ്, സ്തനം വല്ലാതെ വേദനിക്കുകയാണ്. അതുകൊണ്ട് 2 വയസ്സ് തികഞ്ഞ ശേഷം മരിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രയാസമുണ്ടാകുമായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോ മുത്തുനബി ചോദിക്കുകയാണ് ഖദീജ ബീവിയോട്, നിങ്ങൾക്ക് നിങ്ങളെ പൊന്നുമോൻ അബ്ദുല്ലാഹി മരണപ്പെട്ടതിന് ശേഷം മുലയൂട്ടാൻ അല്ലാഹു സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹൂറുല്ലീങ്ങളെ മടിത്തട്ടിൽ കിടന്ന് നിങ്ങളെ പൊന്നുമോൻ തുള്ളിച്ചാടി പാല് കുടിക്കുന്നുണ്ട്, അതേ പുഞ്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണോ? ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഖദീജ ബീവിന്റെ മറുപടി, വേണ്ട വേണ്ട, എന്റെ കണ്ണിൽ കാണുന്നതിനേക്കാൾ എന്റെ കാതുകൊണ്ട് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസം തങ്ങൾ പറഞ്ഞതാണ്. തങ്ങൾ പറഞ്ഞാൽ കണ്ണിൽ കാണുന്നതിനേക്കാൾ വലിയ വിശ്വാസം, അതേ കാതുകൊണ്ട് കേൾക്കുന്നതിനേക്കാൾ വലിയ വിശ്വാസം ആഖിർ സമാനിലെ മക്കളെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പഠിപ്പിച്ച ആശയങ്ങളോട്, ആദർശങ്ങളോട്, സുന്നത്തുകളോട് ഈ രൂപത്തിലെ നിലപാട് എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എങ്കിൽ നമ്മൾ മുഅ്മിനാണ്, നമ്മളൊരു മുസ്ലിമാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. നമ്മളൊന്ന് രക്ഷപ്പെടാൻ, നമ്മൾ രക്ഷപ്പെടാൻ, സ്വർഗത്തിലെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് വേണ്ടി മുത്തുനബിയെ പോലെ ആഗ്രഹിച്ച ഒരാളുമില്ല. ഉമ്മമാരങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ഉപ്പമാരാഗ്രഹിക്കുന്നില്ല. നമ്മൾ രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അതിനുവേണ്ടി പൊട്ടിക്കരഞ്ഞത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും അല്ലാഹുവിന്റെ റസൂലാ. പാതിരാത്രിയിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തൊട്ടടുത്ത് കിടക്കുന്ന നബിയെ ഒന്ന് തപ്പി നോക്കുകയാണ്. തങ്ങളെ കാണുന്നില്ല. എവിടെ പോയി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നന്നായി സൂക്ഷിച്ചു നോക്കുമ്പോ തൊട്ടടുത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുകയാ, പൊട്ടിക്കരഞ്ഞ് നിസ്കരിക്കുകയാ. നിസ്കാരത്തിൽ പതിവായി ഓതുന്ന സൂറത്തുകൾ ഓതാതെ, പതിവായിട്ട് ചൊല്ലുന്ന ദിക്റ് തസ്ബീഹുകൾ ചൊല്ലാതെ, അന്ന് ആവശ്യമായ സിഹത്തിന് ആവശ്യമായ മാത്രം ഖുർആൻ ഓതി, അതിന് മാത്രമുള്ള തസ്ബീഹുകൾ ചൊല്ലി നബി നീണ്ട് സുജൂദിൽ കിടക്കുകയാ. മണിക്കൂറുകളോളം സുജൂദിൽ കിടന്ന്
തങ്ങൾ കരയുകയാ. നിസ്കാരം കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ ഈ നിസ്കാരത്തിന് പതിവിന് വിപരീതം വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് തങ്ങൾ നിസ്കരിക്കാറുള്ളത്. അതേ അളവിൽ തന്നെ തസ്ബീഹ് ചൊല്ലാറുണ്ട് റുക്കൂഇല്, അതേ അളവിൽ തന്നെ തസ്ബീഹ് ചൊല്ലാറുണ്ട് സുജൂദില്. ഇന്നത്തെ നിസ്കാരം അങ്ങനെയല്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കല്ലാ എന്ന് പറഞ്ഞ് കരയുകയാണല്ലോ. തങ്ങൾക്ക് തങ്ങളെ ഉമ്മത്തിനെ അങ്ങ് ഓർമ്മ വന്നാല് പിന്നെ മറ്റൊന്നും ചിന്തയില്ല അല്ലേ, പിന്നെ ഖുർആൻ ഓതണമെന്ന ചിന്തയില്ല അല്ലേ, പിന്നെ തസ്ബീഹ് ചൊല്ലണമെന്ന ചിന്തയില്ല അല്ലേ. തങ്ങൾക്ക് ഏറ്റവും വലിയ ചിന്ത അവിടുത്തെ ഉമ്മത്തിന്റെ രക്ഷയാണല്ലേ. ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് പറയുന്നു, ആയിഷ, ഇന്നല്ലേ നീ ഇത് കേട്ടിട്ടുള്ളൂ, ഈ ദുനിയാവിലല്ലേ നീ എന്നെ കാണുന്നുള്ളൂ, നീ അറിയുന്നുള്ളൂ. ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ ചിന്ത എന്റെ ഉമ്മത്ത് രക്ഷപ്പെടലാ, ഉമ്മത്തിന് ഖൈറ് കിട്ടലാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നശിച്ചു പോകരുത്, ഒരാളും ദുഷിച്ചു പോകരുത്, ഒരാളും തകർന്നു പോകരുത്. അതാണ് ഈ ദുനിയാവിൽ മുഴുവനും എന്റെ ചിന്ത. എന്നാലോ ആയിഷ, ഈ ദുനിയാവ് കഴിഞ്ഞ് ഖബറിൽ കിടന്നാൽ സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ആളുകൾ എത്ര കൊല്ലമായി ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഉപ്പാപ്പമാര് പലരും 200, 300, 1000 കൊല്ലങ്ങൾ ഖബറിൽ കിടന്നില്ലേ. അത്രയും നീണ്ട ജീവിതമല്ലേ. ദുനിയാവിൽ പരമാവധി നമ്മളുണ്ടാക്കുന്ന വീട്ടിലും നമ്മളുണ്ടാക്കുന്ന സൗകര്യത്തിലും 10, 40, 50 കൊല്ലമല്ലേ. എന്റെ ബർസഖി ലോകമാകുന്ന ഖബറിലും എനിക്ക് ഏറ്റവും വലിയ ചിന്ത എന്റെ ഉമ്മത്ത് തന്നെയാ. മുസ്ലിം ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങളെ സുന്നത്തൊന്നുപോലും പുതിയത് പഠിക്കാതെ, ഒരു സുന്നത്ത് പോലും ഉൾക്കൊള്ളാതെ, ജീവിതത്തിൽ ഒരിക്കലും പോലും നിന്നെ കണ്ടിട്ടില്ലാത്ത, നിന്നോടിഷ്ടമില്ലാത്ത, നിന്നെ കണ്ടാലൊന്ന് ചിരിക്കാത്ത, ഒരു ഉപകാരവും നിനക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളോ ക്രിക്കറ്റ് താരങ്ങളോ അതേ മൈക്കിൾ ജാക്സനെ പോലെ സംഗീത നായകരോ, അല്ലാഹ് അങ്ങനത്തെ ആളുകളുടെ അതാ റോൾ മോഡലുകളായി സ്വീകരിച്ച്, അവരെ പാന്റ് പോലെ പാന്റ് വാങ്ങി ധരിച്ച്, അവരെ ഷർട്ട് പോലെ ഷർട്ട് ധരിച്ച്, അവര് മുടി മുറിക്കും പോലെ മുടി മുറിച്ച്, അവര് മുടി വളർത്തും പോലെ മുന്നിലൊക്കെ മുടി വളർത്തി തകരുന്ന മുസ്ലിമേ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച എല്ലാ സംസ്കാരങ്ങളും കുടിച്ചു മൂടിയിട്ട് നിന്നെ ഹബീബായ തങ്ങളെ വേഷവിധാനമോ തങ്ങളുടെ രൂപഭാവങ്ങളോ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങളോ ഇന്ന് നിനക്ക് ഇഷ്ടമല്ല. തങ്ങൾ ഇഷ്ടപ്പെടാൻ നിനക്ക് കഴിയുന്നില്ല, തങ്ങൾ വെറുത്തത് വെറുക്കാൻ നിനക്ക് കഴിയുന്നില്ല. അതേ സമയത്ത് ഇത്തരം താരങ്ങളും ഇത്തരം ആരാധകരും ഫാൻസുകളും അവരെ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അവർ ആഗ്രഹിച്ചതിനെ ആഗ്രഹിച്ചുകൊണ്ട്, അവർ വെറുത്തതിനെ വെറുത്തുകൊണ്ട് തകരുന്ന മുസ്ലിമേ, ഹബീബ് തങ്ങളുണ്ടല്ലോ. ഖബറിലെത്തിയാൽ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ
ബദറുദ്ദീനുൽ ഹൈസമി തന്റെ മജ്മഇൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അസാക്കിർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ ഉമ്മത്തിന് വേണ്ടി കരയലല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ, മീലാദ് ആഘോഷിക്കുമ്പോ, ഹബീബിനെ പറ്റി പറയുമ്പോ, ഹബീബിനെ പറ്റി പഠിക്കുമ്പോ, ഹബീബിനെ പറ്റി കേൾക്കുമ്പോ, ഹബീബിനെ പറ്റി പാടുമ്പോ, ഹബീബിനെ പറയാൻ സംഘടിക്കുമ്പോ, അതിന് സംഘടിപ്പിക്കുമ്പോ ഞാൻ അവർക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തന്ന അല്ലാഹനെ സ്തുതിക്കുകയാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് മദ്യപിക്കുമ്പോ, MDI ഉപയോഗിക്കുമ്പോ, മുടി ചുരുട്ടി വെക്കുമ്പോ, സിനിമാ താരങ്ങളെ അനുകരിക്കുമ്പോ, 24 മണിക്കൂറും പാതിരാ സമയം ഉൾപ്പെടെ മൊബൈലിൽ ഇങ്ങനെ ചാറ്റും നടത്തിയിട്ട് ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് കണ്ണ് മൊത്തം മലീമസമാക്കി ഹറാമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഖബറിൽ കിടക്കൂല, പൊട്ടിക്കരയുകയാ. ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടുകയാ. വടക്ക് മമ്പുറത്തുള്ള ചെറുപ്പക്കാർ, ഇന്നാരിന്ന ചെറുപ്പക്കാരൻ, ഇന്നാരിന്ന കുടുംബത്തിൽപ്പെട്ടവൻ, അവൻ തകർന്നു പോകല്ല, അവന് പൊറുത്തു കൊടുക്കല്ല. അതേ, ഇന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും പരിരസിക്കുന്ന ശീതളച്ചായയിൽ അന്തിമയങ്ങുന്ന, മദീന മുനവ്വറയിൽ അന്തിമയങ്ങുന്ന മുത്തുനബി ഖബറിൽ കിടന്ന് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. തിരിച്ചറിയണ്ടേ മുസ്ലിം സഹോദര, മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് വേണ്ടി ഇത്ര പൊട്ടിക്കരയുന്നൊരു നേതാവില്ല. അറിയോ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. തങ്ങൾക്കെമ്പാടും അല്ലാഹ് അനുഗ്രഹങ്ങൾ തരും, തന്നുകൊണ്ടേയിരിക്കും. തങ്ങൾക്ക് സുഖങ്ങളും സൗകര്യങ്ങളും തന്നുകൊണ്ടേയിരിക്കും, എമ്പാടും തരും. ഫതർളാ, തങ്ങൾ തൃപ്തിപ്പെടും എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തരും. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഇതെല്ലാം ഞാൻ തൃപ്തിപ്പെടൂല അല്ലാഹ്, എൻ്റെ പൊന്നുമോള് ഫാത്തിമാക്കൊരു വീട് വെക്കണം, അല്ലാതെ ഞാൻ തൃപ്തിപ്പെടൂല. തങ്ങൾ പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ആയിഷാക്കൊരു പൊന്നുമോന് വേണം, അങ്ങനൊരു മകനെ തരാതെ ഞാൻ തൃപ്തിപ്പെടൂല. തങ്ങൾ പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട ബീവി ഖദീജക്ക് സ്വർഗത്തില് ഭവൻ വേണം, അതില്ലാതെ ഞാൻ തൃപ്തിപ്പെടൂല. തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞില്ല. ഇലിക്കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും സഡൻലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു പ്രാർത്ഥന. നൂഹ് നബി അലൈഹിസ്സലാം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ആദം നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്രാഹിം നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മഹാനായിരിക്കുന്ന യാക്കൂബ് നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മൂസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഈസ നബി അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അയ്യൂബ് നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും സഡൻലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സർവ പ്രവാചകന്മാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന ഞാൻ സൂക്ഷിച്ചു വെച്ചത് ദഅവത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ദുആ ചെയ്യാൻ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മദീനയിൽ കൂടി നടന്നു വരുമ്പോ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊന്നുമോനാൻ ഹാദാനി ബിനായ, ഇവ രണ്ടും എൻ്റെ മക്കളാണ്.
എൻ്റെ മകളുടെ മക്കളുമാണ്. ആ റസൂലുള്ളാഹിന്റെ മക്കളെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പൊന്നുമോനാണ്. ആ രണ്ട് കാരക്കുഞ്ഞിന്റെ രണ്ട് കൈകൾ പിടിച്ചിട്ട് ഇറുക്ക കയറുമോനെ കയറുമോനെ, ഹബീബായ തങ്ങളെ ഉദാമുട്ടിൻ കാലിൽ കാല് വെച്ച് വയറ്റത്ത് കാല് വെച്ച് ഹബീബായ തങ്ങളെ ചുണ്ടോടടിപ്പിച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ വായിലേക്ക് ഇട്ടുകൊടുത്ത് അമ്മിഞ്ഞ പാൽ അത്ഭുതം കൊണ്ട് നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനത്ത് പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ കുപ്പായം ധരിച്ചുകൊണ്ട് വരുന്ന പൊന്നുമോൻ, ആ പൊന്നുമോൻ കുപ്പായം തടഞ്ഞു വീഴുമെന്ന് കരുതി പ്രസംഗിക്കുന്ന മുത്തുനബി മിമ്പറിൽ നിന്നിറങ്ങി അതാ പോയി എടുത്തുകൊണ്ട് വരികയാ. ഇത് എന്റെ മക്കളാ, എന്റെ മോളെ മക്കളാ. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരാദരവ്. 1000 ചുംബനങ്ങളെ കൊണ്ട് വീർപ്പി മുട്ടിച്ചിട്ടുള്ള ഹുസൈൻ തങ്ങളാ. ഇവരെ സ്നേഹിക്കണേ, ഇവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച മക്കളാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് ഏതെല്ലാം തങ്ങന്മാരെ അറിയാം? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ അറിയുമോ? റിഫായി ശൈഖ് തങ്ങളെ അറിയുമോ? ഖാജാ തങ്ങളെ അറിയുമോ? ഷാദുലി തങ്ങളെ അറിയുമോ? മമ്പുറം തങ്ങളെ അറിയുമോ? എല്ലാ സാദാത്തുക്കൾക്കും സയ്യിദായ ഉപ്പാപ്പയായ ഹുസൈൻ തങ്ങളാ. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ ഹബീബായ തങ്ങളെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ ഹബീബായ തങ്ങൾ ഏങ്ങലടിച്ച് കരയുകയാ. കരയുന്ന തങ്ങളോട് ചോദിച്ചു, തങ്ങൾ എന്തിനാ കരയുന്നത്? ഒന്നുമല്ല അലി, മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒരു പാത്രം ജിബ്രീൽ കൊണ്ടുവന്നത്, ഈ കുപ്പിക്കകത്ത മണൽത്തരി ജിബ്രീൽ കൊണ്ടുവന്നു തന്നത് അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത്, അതേ കർബുംബല എന്ന് പറയുന്ന ഒരു മണൽ പ്രദേശമുണ്ട്. അവിടുത്തെ മണൽത്തരികൾ ഈ കുപ്പിയിലാക്കിയിട്ട് ജിബ്രീൽ കൊണ്ടുവന്നു തന്നത്. എന്നോട് വന്നു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ, അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് കുരുന്നുകളെ അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത് വെളിച്ചത്തിന്റെ ശത്രുക്കള്, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകള് നിഷ്കരണം കൊന്നൊടുക്കുന്നത്, ആ യൂഫ്രട്ടീസിന്റെ തീരം മണൽത്തരികള് രക്തം കൊണ്ട് ചെഞ്ചായമണിയുന്നത്. ഈ കുപ്പി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുപ്പിക്കകത്തുള്ള മണൽ ശ്രദ്ധിക്കുക. എന്നാണോ ഇത് ചുവക്കുന്നത്, അന്ന് നിങ്ങളെ മോൻ കൊല്ലപ്പെട്ടിരിക്കും. ഹിജ്റ 61-ാം കൊല്ലം മുഹറം 10 വെള്ളിയാഴ്ച. മഹാനായ ഇബ്നു ഉമർ പറയുന്നു, ഉമ്മു സലമ ബീവിന്റെ വീട്ടില് ഞാനൊന്ന് മയങ്ങിയത്, മയങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വപ്നം കണ്ടത്, ഹബീബിനെ കണ്ടത്. ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഒരിക്കലും അങ്ങനത്തെ ഒരു ടെൻഷനോട് കൂടി കണ്ടിട്ടില്ല. വല്ലാത്ത മ്ലാനത, ഹബീബ് വല്ലാത്ത സങ്കടത്തോടു കൂടി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, എന്ത് പറ്റിയ റസൂലല്ലാഹ്? എന്റെ പൊന്നുമോൻ ഹുസൈനെ അവര് കൊന്നുപോയി. അല്ലാഹ്. അപ്പോഴാണ് ആ കുപ്പി ശ്രദ്ധിക്കുന്നത്, ആ മണൽത്തരികൾ ചെഞ്ചായമണിഞ്ഞിട്ടുണ്ട്. യൂഫ്രട്ടീസിന്റെ തീരത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ തങ്ങളും ഹസൻ തങ്ങളെ മക്കളും ഹുസൈൻ തങ്ങളെ മക്കളും അന്ന് 100-ഓളം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാരഥന്മാര് നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടത്. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിനെ പൊക്കിപ്പിടിച്ച് ചോദിക്കുകയാ. ആ കാണുന്ന യൂഫ്രട്ടീസിൽ നിന്ന് പന്നികളും പട്ടികളും കുടിക്കുന്നുണ്ട്, സർവജീവികളും യഥേഷ്ടം കുടിക്കുന്നുണ്ട്. ഈ ലോകം മുഴുവൻ പടക്കാൻ കാരണക്കാരനായ അള്ളാറേബികൾ കക്കബറിക്ക് നടന്നിരുന്ന കാട്ടറബികളെ, ആടുമേച്ച് നടന്നിരുന്ന കാട്ടറബികൾക്ക് അങ്ങ് കിസ്റയെയും കൈസറിനെയും വഴിപ്പെടുത്താൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഫബത ഈവനുകി
കിസ്റാരാജന്റെ സിംഹാസനം പൊട്ടിയത്, 40-14 താഴികക്കുടങ്ങൾ വീണത്, ഇന്നും മൈലുകളോളം അകലത്തിൽ അത് കിടക്കുകയാ. പോകുന്നവർക്ക് കാണാ, ഇന്ന് 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട്, കമ്പികൾ ഉണ്ടായിട്ട്, സിമെന്റുകൾ ഉണ്ടായിട്ട്, ഇന്നും ആ താഴികക്കുടങ്ങൾക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആരും അത് പുതുക്കി പണിതിട്ടില്ല, എവിടെയും കൊണ്ടുപോയി തള്ളിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി പടച്ച റബ്ബ് ആക്കി വെച്ചിരിക്കുകയാ. ആ കിസ്റയെയും കൈസറയെയും നിങ്ങൾ കൊതുക്കി തരാൻ കാരണക്കാരനായ, നിങ്ങൾക്ക് ഈ സാമ്രാജ്യത്തിന്റെ അധികാരം മൊത്തം കിട്ടാൻ കാരണക്കാരനായ എന്റെ ഹബീബായ മുത്തുനബി, ആ മുത്തുനബിന്റെ പേരക്കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അത്രം തൊടുത്തുവിട്ട് അതാ കൊലപ്പെടുത്തിയത്. ബ്രിട്ടീഷിലേക്ക് തലനീട്ടിയിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ അവിടുത്തെ തലയെറുത്തിട്ട് തലചേദിച്ചിട്ട് ഒരു തടികയിലാക്കി തല വേർപ്പെടുത്തിയത്. അവിടുത്തെ ഉടലതാ മണൽത്തരികളിൽ കിടക്കുകയോ. ബഹുമാനപ്പെട്ട ബീബി സൈനബ, ഹുസൈൻ തങ്ങളെ പെങ്ങളാ, ഫാത്തിമ ബീവിന്റെ മോളാ, പെൺകുട്ടികളെ മുഴുവനും ബാക്കി വെച്ചിരിക്കുകയാ. ആൺകുട്ടികളെ മൊത്തം കൊന്നതാ. സൈനുൽ ആബിദീൻ എന്ന തങ്ങള് ചെറുപ്പക്കാരനാ, പനി പിടിച്ച് ടെന്റിൽ കിടന്നതാ, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അവസാനം ഹാജരാക്കിയിട്ട് കൊല്ലാനൊരുങ്ങുമ്പോ സൈനബ ബീവി മേലെ കയറി കിടന്നതാ. എന്നെ കൊല്ലാതെ എന്റെ ആങ്ങളയുടെ മകൻ സൈനുൽ ആബിദിനെ തൊട്ടുകൂടാ. ആഖിർ സമാനിലെ മക്കളെ, ലോകത്തേറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് മുത്തുനബിന്റെ കുടുംബമാ, അവിടുത്തെ മക്കളാ, അഹ്ലു ബൈത്താ. എന്നിട്ട് കേൾക്കണോ, ഖുർറത്ത് ബിൻ ഖൈസ് അനസ് ബിൻ മാലിക്കിന് മദീനയിൽ വന്നിട്ട് കർബലാ സംഭവം വിവരിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബീബി സൈനബ, ഇന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റില്ലെന്നും റസൂലുള്ളാഹി ഇടപെടാൻ പറ്റില്ലെന്നും റസൂലുള്ളാഹിനോട് സങ്കടം പറയാൻ പറ്റില്ലെന്നും പറയുന്നവരില്ലയോ, പ്രസംഗിക്കുന്നവരില്ലയോ? സൈനബ ബീവി പറഞ്ഞതറിയുമോ? വാ മുഹമ്മദാ, യാ മുഹമ്മദാ, ഹാദൽ ഹുസൈൻ ബിൽ അറാ മുഗ്മലത്തുൻ ബിദ്ദിമാ മുഖത്തഅത്തുൽ അഅ്ളാ, യാ മുഹമ്മദാ ബനാതുക സബായാ ദുർരിയതുക മുഖത്തലാ തസ്ഫി അലൈഹാ റീഹുസ് സ്വബാ. ഫാത്തിമ ബീവിന്റെ പൊന്നുമോള് ഹുസൈൻ തങ്ങളെ പെങ്ങള് വിളിച്ചു പറയുന്ന മുത്തുനബിയേ, അങ്ങയുടെ പുന്നാര മോൻ ഹുസൈൻ ഈ ഗർബലായിൽ ചേതനയറ്റി കിടക്കുകയാ. മുർമലും ബിദ്ദിമാ, രക്തത്തിൽ പുരണ്ട് കിടക്കുകയാ. മുഖത്തഅത്തുൽ അഅ്ളാ, അവയവങ്ങൾ മുഴുവനും മുറിക്കപ്പെട്ടിരിക്കുകയാ. യാ മുഹമ്മദാ, തങ്ങളെ അവിടുത്തെ പെൺകുട്ടികളെ മുഴുവനും മാനഭംഗപ്പെടുത്തുന്ന രൂപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ദുർരിയതുക മുഖത്തലാ, അങ്ങയുടെ മക്കള് മുഴുവനും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാ. തസ്ഫി അലൈഹാ റീഹുസ് സ്വബാ, അതാ തെക്കൻ കാറ്റ് വന്നിട്ട് അങ്ങയുടെ മക്കളുടെ ചേതനയറ്റ ശരീരം തലോടുകയാ. ഈ രൂപത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കള് രണാങ്കണത്തിൽ അതാ കർബലയിൽ മരിച്ചു കിടക്കുമ്പോ എന്റെ പ്രാർത്ഥന ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല. ഹുസൈൻ
ഹുസൈൻ തങ്ങളെ രക്ഷപ്പെടുത്താൻ, അഹ്ലു ബൈത്തിനെ രക്ഷപ്പെടുത്താൻ, പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് വെള്ളം കിട്ടാൻ എന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. മറിച്ച് ആഖിർ സമാനിലെ മുഹമ്മദ്മാര്, അഹ്മദ്മാര്, ഹുസൈനുമാര്, ആഖിർ സമാനിലെ ഫാത്തിമമാര് അവർ എന്നെ ധിക്കരിക്കുമ്പോൾ, എന്നെ മറക്കുമ്പോൾ, എന്നെ അവഗണിക്കുമ്പോൾ, എന്റെ സുന്നത്ത് തിരസ്കരിക്കുമ്പോൾ, എന്നെ പറ്റി പഠിക്കാതിരിക്കുമ്പോൾ, എന്റെ സർവ്വ സുന്നത്തുകളും എന്റെ ആദർശങ്ങളും എന്റെ എല്ലാ നിലപാടുകളും ഞാൻ പഠിച്ച തിയറികളും കാറ്റിൽ പറത്തുമ്പോ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ എന്റെ പ്രാർത്ഥന നീക്കി വെച്ചതാ. ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുത്തുനബിയല്ലയോ? സ്വർഗത്തിൽ കാലുകുത്തുന്നത് മുത്തുനബിയല്ലയോ? ഉമ്മത്തുകളല്ലയോ? ആ പാലം കടന്നിട്ട് ഒരാൾ തിരിച്ചു വരുന്നുവെങ്കിൽ സിറാത്ത് പാലത്തിൽ കൂടി മഹ്ശറയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നൊരു വ്യക്തിയുണ്ടോ? അത് മുത്തുനബിയാ. ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനാ, ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനാ. ഒരു ഉമ്മയും രക്ഷപ്പെടുത്തൂല, ഒരു ഉപ്പയും രക്ഷപ്പെടുത്തൂല, ഒരു ഭാര്യയും രക്ഷപ്പെടുത്തൂല. 49 സൽക്കർമ്മങ്ങളാ, 51 ദുഷ്കർമ്മങ്ങളാ. അത് തീരുമാനമാകുമ്പോഴേക്ക് കൈകാലുകൾ ബന്ധിപ്പിച്ച് 19 മലക്കുകള് നരകത്തിലേക്ക് വലിക്കുമ്പോൾ ഉമ്മ പറയുകയാ, എന്റെ പൊന്നുമോൻ മരുമകളോട് എന്നെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, അത് ഞാൻ വിട്ടുതരൂല. മകൻ സ്വർഗത്തിലാണെങ്കിലും വേണ്ടിയില്ല, നരകത്തിലാണെങ്കിലും വേണ്ടിയില്ല, സ്വന്തം ഉമ്മയെ പറ്റി പറഞ്ഞത് ഉമ്മ വിട്ടുകൊടുക്കാതെ വാശി പിടിച്ചുകൊണ്ട് കരസ്ഥമാക്കുന്ന ദിവസമാ. ആഖിർ സമാനിലെ മുസ്ലിമീങ്ങളെ, ഹബീബായ തങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ, ഹബീബ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നതിന്റെ, ഹബീബ് ഇടപെടുമെന്നതിന്റെ, ഹബീബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുമെന്നതിന്റെ, ഹബീബ് നമുക്ക് ശഫാഅത്ത് ചെയ്യുമെന്നതിന് 3 അടയാളങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, മൻ ഫറജൻ മക്രൂബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വിഷമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, എന്റെ ഉമ്മത്തിൽ നിന്ന് വിഷമിക്കുന്ന ഒരാളെ വിഷമം തീർത്തു കൊടുത്താൽ, ആശ്വസിപ്പിച്ചാൽ, കടം വീട്ടിക്കൊടുത്താൽ, മക്കളെ കെട്ടിക്കാൻ, വീട് വയ്ക്കാൻ, രോഗത്തിന് ചികിത്സ ചെയ്യാൻ, ഏതെങ്കിലും ഒരു വിഷമത്തിൽ നിന്ന് മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ആശ്വസിപ്പിച്ചാൽ, ഹബീബവന്റെ കാര്യത്തിൽ ഇടപെടുന്നതാ, റെക്കമെൻഡ് ചെയ്യുന്നതാ, അവനെ സ്നേഹിക്കുന്നതാ, അതിന്റെ അടയാളമാ. ഞാൻ എന്റെ മുത്തുമൂമിനീങ്ങളോട്, ചെറുപ്പക്കാരോട്, ഹാജിമാരോട്, പ്രായമുള്ളവരോട്, അല്ലാ അല്ലാ, എത്ര മീലാദുകൾ കഴിഞ്ഞുപോയി, എത്ര നബിദിനങ്ങൾ കഴിഞ്ഞുപോയി, എത്ര നേർച്ചകൾ കഴിഞ്ഞുപോയി, ഇന്ന് വരെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു എന്ന് പറയാൻ, വിഷമം തീർത്തു കൊടുത്തു എന്ന് പറയാൻ വല്ലതുമുണ്ടോ? അതേ സമയത്ത് എത്ര ആളുകളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എത്ര ആലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എത്ര തങ്ങന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എത്ര പാവങ്ങൾക്ക് ശല്യം ചെയ്തിട്ടുണ്ട്, എത്ര ആളുകളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഈ പാപം തീർക്കാൻ കഴിയോ? ഉപ്പ മരിച്ചിട്ട് കടമുണ്ടെങ്കിൽ മക്കൾ ഏറ്റെടുത്ത് വീട്ടുമെന്ന് സങ്കല്പിക്കാം. അതേ സക്കാത്ത് നോമ്പ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കാം, അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് സങ്കല്പിക്കാം. അതേ സമയത്ത് ഏത് ഹാജിയാരാണെങ്കിലും, ഏത് ആളാണെങ്കിലും, എത്ര മൗലിദോദിയാലും, എത്ര സുന്നത്ത് ചെയ്താലും, പ്രസംഗിച്ചാലും, ജീവിതത്തിൽ ഒരു പാവപ്പെട്ടവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ,
ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രയാസപ്പെടുത്തിയ മനുഷ്യനെ സന്തോഷിപ്പിക്കാതെ, അത് പൊരുത്തപ്പെടിക്കാതെ നീ രക്ഷപ്പെടൂല. മക്കളെ ഏറ്റെടുക്കൂല, കുടുംബം ഏറ്റെടുക്കൂല, സമൂഹം ഏറ്റെടുക്കൂല. ധർമ്മം കൊണ്ട് തീരൂല, പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കൂല. വലിയ ആലിമീങ്ങൾ വന്ന് ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി വലിയ വലിയ ആളുകൾ വന്ന് മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് ഒരു പാവപ്പെട്ടവനെ കണ്ണീര് കുടിപ്പിച്ചത്, ഒരു ആലിമിനെ കണ്ണീര് കുടിപ്പിച്ചത്, ഒരു പാവപ്പെട്ടവനെ കണ്ണീര് കുടിപ്പിച്ചത്, വേദനിപ്പിച്ചത് റബ്ബ് പൊറുക്കൂല, നികത്താൻ കഴിയൂല, അത് തിരുത്താൻ കഴിയൂല. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമുക്ക് ഇൽമി ഈമാൻ ഹിദായത്ത് നിലനിർത്തി തരട്ടെ, രക്ഷപ്പെടുത്തട്ടെ, ഈമാൻ എത്തിത്തരട്ടെ. ഹബീബിനെ പറ്റി പറയാൻ, ഹബീബിനെ പറ്റി പഠിക്കാൻ, ഹബീബിനെ ഉൾക്കൊള്ളാൻ, ഹബീബിന് വേണ്ടി സംഘടിക്കാൻ, അത് സംഘടിപ്പിക്കാൻ ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, സർവാളുകൾക്കും മുത്തുനബിന്റെ മഹബത്ത് നൽകുമാറാകട്ടെ. കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അക്സിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഇസ്സ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ വശുർനാ ഫീ സുംറത്തി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വഅസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.